താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ, താങ്ക് യു. എന്തായാലും പ്രദീപിന്റെ അഭിപ്രായം ആണ് ഇത്. ശ്രീ കൃഷ്ണകുമാറാണ്, ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു കരാർ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ചർച്ച തുടങ്ങിയതാണ്. ഓഗസ്റ്റിൽ അവർ ആദ്യമായിട്ട് ഒരു അധിക അപേക്ഷ. നികുതിയൊക്കെ ഏർപ്പെടുത്തിയതാണ്. ഇപ്പോൾ പൊടുന്നനെ പിൻവലിക്കുന്നു. പക്ഷേ ചില വ്യവസ്ഥകളുണ്ടെന്ന് പറയുന്ന വ്യവസ്ഥകളുടെ അവ്യക്തത നിൽക്കുകയാണ്. സാർ, ആദ്യമായിട്ട് ഒരു അപേക്ഷ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനും കേൾപ്പിക്കാനും തയ്യാറാവണം. ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ, താങ്കൾ ചുരുക്കി പറഞ്ഞാൽ അത് ചെയ്യാം. ചുരുക്കി തന്നെയാണ് പറയുന്നത്. ശരി. ആദ്യമായിട്ട് നമ്മൾ 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു കൺട്രിയാണ്. നമ്മളൊരു ജനാധിപത്യ രീതിയിൽ ഒരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ വായെന്ന് കേൾക്കേണ്ട വാക്കുകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വായെന്ന് നമുക്ക് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം പറയാനുള്ളത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 2047 ഇന്ത്യ അമേരിക്കയുടെ കോളനിയായി മാറുമോ എന്നുള്ളൊരു ഭയമാണ് ഇന്നിപ്പോ പലരുടെയും മനസ്സിലുള്ളത്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ട്രംപ് ആണോ അതോ ഇന്ത്യൻ ഗവൺമെന്റ് ആണോ വേണ്ടത്? ഹലോ, കേൾക്കാം. അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് 18% നികുതി കൊടുത്തിട്ട് നമ്മുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ അതിനൊരു % പോലും നികുതി ഇല്ല. ഇതൊക്കെ നമ്മുടെ എക്കണോമി തന്നെ ബാധിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ കീഴടങ്ങി എന്നാണ് എനിക്ക് പറയാറുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സബ്ജക്റ്റായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ്, കേരള ബഡ്ജറ്റ് വന്നതിന് ശേഷം നിങ്ങളൊരു മാറ്റർ ഡിസ്കഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിക്കണുണ്ടോ, അതായത് പമ്പാ നദി ക്ലീൻ ചെയ്യുന്നത്. പമ്പാ നദി ശ്രീ കൃഷ്ണകുമാർ, നമുക്ക് ഒരു വിഷയം എടുക്കുമ്പോൾ മറ്റു വിഷയത്തിലേക്ക് കടക്കാൻ പ്രയാസമാണ്. ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു ഡിസ്കഷൻ വെക്കും. അങ്ങനെ ഒരു അപേക്ഷയുണ്ട്. ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു എയിംസൺ ആണ് എറണാകുളത്ത് നിന്ന്. എയിംസൺ എന്ന് തന്നെയല്ലേ താങ്കളുടെ? അതെ അതെ അതെ. ഓക്കെ, എന്തായാലും കൊള്ളാം. എയിംസൺ എന്നുള്ള പേര് കൗതുകമുണ്ട്, ആ പേരിന് തന്നെ. എന്തായാലും ശ്രീ എയിംസൺ, താങ്കൾ എന്ത് ചെയ്യുന്നു? അല്ല സാർ, ഞാനിത് വിളിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇന്ത്യക്കൊരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഇത് മോദിജിയുടെ വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാര്യം ഇത്രയേറെ പ്രശ്നങ്ങൾ ആദ്യം ഭയങ്കര ഉടക്കിലൊക്കെ നിന്നിട്ട് അവസാനം ഇങ്ങോട്ട് വന്ന് ഇത് സൈൻ ചെയ്തു എന്നല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് അമേരിക്ക പോലുള്ള വലിയൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പുള്ളിയുടെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലടക്കം പുള്ളി പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ വിജയമായിട്ട് ഞാൻ കാണുന്നു. 140 കോടി 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം. പക്ഷേ ശ്രീ എയിംസൺ, അതിനകത്തൊരു ചെറിയ സംശയം. ഈ ട്രംപ് പറഞ്ഞ വ്യവസ്ഥ അംഗീകരിച്ചാണ് ഈ കരാറെങ്കിൽ ആരുടെ വിജയമാണ്, ആർക്കാണ് നേട്ടം എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടി വരില്ലേ? ഇപ്പോഴും ഇത് കരാർ നിലവിൽ വരികയോ ഇതിനെക്കുറിച്ചുള്ള ഇതെല്ലാം ട്രൂത്ത് സോഷ്യലിൽ അല്ലല്ലോ സാധാരണ ഇതിൽ ട്രംപ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇതൊന്നും നിലവിൽ. ഇപ്പൊ ഞാൻ പറയാൻ നേരം ഇതിന് മുന്നേ സൈൻ ചെയ്തതാണ് മദർ ഓഫ് ഓൾ ഡീൽ എന്ന് പറയുന്ന ഇന്ത്യ യൂറോപ്പ് യൂണിയൻ കരാറ്. അതുപോലും ഇപ്പൊ നിലവിൽ വന്നിട്ടില്ല. അത് ഇനി 6 മാസം എടുക്കും, 2027 വരും എന്നാണ് എന്റെ ഒരു അറിവ്. ഇതിപ്പോ പറഞ്ഞു കേട്ട ഉടനെ തന്നെ നമ്മൾ എന്തായാലും ട്രംപ് ഇങ്ങോട്ട് വന്ന് മധ്യസ്ഥതയിൽ വന്നു. നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ട് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാല് ഉള്ളതിൽ ഏറ്റവും കുറവ് തീരുവ ഇന്ത്യക്കാണ്. അപ്പൊ നമുക്കൊരു അപ്പർ ഹാൻഡ് ഇവിടെ ഉണ്ട്. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതൊക്കെ ഇനിയുള്ള വരും ദിവസങ്ങളിൽ അത് എന്താ പറയാ, അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ട്രംപിനെ പോലുള്ള ഇത് പറയേണ്ട ആളുകൾ ഇതുവരെ അതിലൊരു വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പറയുക എന്നുള്ളൊരു മറുപടി ഉണ്ടായിട്ടില്ല നമ്മുടെ ഭാഗത്ത്. ട്രംപിനെ പോലുള്ള ഒരാളാണ്, നമുക്ക് ഒച്ചെടുത്ത് തോപ്പിക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്തുണ്ടെങ്കിലും ഇപ്പൊ നമ്മളുടെ ഇന്ത്യ പാക് യുദ്ധം വരെ പുള്ളി എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത ആളാണ്. അപ്പൊ അത് വിട്. പക്ഷെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം, നമ്മളുടെ എന്താ പറയാ ജനങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക, നമുക്കുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ പോരെ. എന്തിനാണ് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്? ഇപ്പൊ ഇതിനു മുന്നേ വിളിച്ച ആള് ക്യൂബ, വെനിസ്വേലയുടെ ഒക്കെ പ്രശ്നങ്ങൾ പറയേണ്ടത്. നമ്മൾ എന്തിനാണ് വല്ലവന്റെയും പറയാതിരിക്കാൻ കഴിയില്ല ശ്രീ എയിംസൺ. അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ ഇവിടെ ഇന്നത്തെ ചർച്ചയിൽ പറയേണ്ടതല്ല എന്ന് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ്. ലോകരാജ്യങ്ങളുടെ മുന്നിൽ അമേരിക്കയുടെ അത്തരം മുട്ടാളത്തിനെതിരെ എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെയൊക്കെയുള്ള ശബ്ദമുണ്ട്. ഇന്ത്യ അതൊക്കെ ശ്രദ്ധിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളാണ്.
ഇന്ത്യ ഇതുപോലെ ശ്രീലങ്കയിൽ പ്രശ്നപരിഹാരത്തിന് പോയിട്ട് നമുക്ക് നമ്മുടെ അങ്ങനെയൊക്കെ പല തിരിച്ചടികൾ ഉണ്ടായെന്ന് കരുതി നമുക്ക് ഒരു അഭിപ്രായവും ലോക കാര്യത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ഇവിടെ നിന്നാൽ മതി എന്നാണ്. ലോകത്തെ കാര്യത്തിലൊക്കെ ഇടപെടാൻ തക്ക ശേഷിയുള്ള രാജ്യവും അഭിപ്രായമുള്ള രാജ്യവുമാണ് ഇന്ത്യ. ആത്മാഭിമാനമുള്ള രാജ്യങ്ങളൊക്കെ അങ്ങനെ അത്തരത്തിൽ പ്രതികരിക്കും. ഇന്ത്യ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ പറയുന്നത്, ഞാൻ ജനിച്ച കാലം മുതൽ കേൾക്കുന്നത് ഡെവലപ്പിംഗ്. നമ്മൾ ഡെവലപ്ഡ് രാജ്യമായിട്ടില്ല ഇതുവരെ, ഇല്ലേ? അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. എന്തായാലും ശരി, വിജയനാണ് കൊല്ലത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.